നെക്സ്റ്റ്, പാർട്ടിസിപ്പേഷൻ ഓഫ് എ എൻറ്റിറ്റി സെറ്റ് ഇൻ ദ റിലേഷൻഷിപ്പ് സെറ്റ്. അതിൽ രണ്ട് കൺസെപ്റ്റാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ടോട്ടൽ പാർട്ടിസിപ്പേഷനും രണ്ടെന്ന് പറയുന്നത് പാർഷ്യൽ പാർട്ടിസിപ്പേഷനും. ഒന്ന് ടോട്ടൽ പാർട്ടിസിപ്പേഷൻ, രണ്ട് പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ. അപ്പോൾ എന്താണ് ടോട്ടൽ പാർട്ടിസിപ്പേഷനും എന്താണ് പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ എന്നും നോക്കാം. അപ്പോൾ ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡബിൾ ലൈൻ യൂസ് ചെയ്തിട്ടാണ്. ഇതുപോലെ ഡബിൾ ലൈൻ യൂസ് ചെയ്തിട്ടാണ് ടോട്ടൽ പാർട്ടിസിപ്പേഷൻ മനസ്സിലാക്കുന്നത്. എവരി എൻറ്റിറ്റി ഇൻ ദ എൻറ്റിറ്റി സെറ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ അറ്റ്ലീസ്റ്റ് വൺ റിലേഷൻഷിപ്പ് ഇൻ ദ റിലേഷൻഷിപ്പ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോട്ടൽ പാർട്ടിസിപ്പേഷന് വേറൊരു പേരും കൂടെ പറയാം, മാൻഡേറ്ററി പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റിറ്റി സെറ്റ് കനോട്ട് എക്സിസ്റ്റ് വിത്തൗട്ട് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ റിലേഷൻഷിപ്പ് എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞേക്കുന്നത് പാർട്ടിസിപ്പേഷൻ ഓഫ് ലോൺ ഇൻ ബോറോവർ ഈസ് ടോട്ടൽ. ബോറോവറും ലോണുമായിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് ടോട്ടലാണെന്ന് പറയുന്നുണ്ട്. എവരി ലോൺ മസ്റ്റ് ഹാവ് എ കസ്റ്റമർ അസോസിയേറ്റഡ് ടു ഇറ്റ് ബൈ എ ബോറോവർ. പറയാൻ കാര്യം എല്ലാ ലോണിനും മസ്റ്റായിട്ടും എന്തുണ്ട്, ഒരു കസ്റ്റമറുണ്ട്. അത് മാൻഡേറ്ററി ആണ് എന്ന് പറഞ്ഞല്ല. എവരി ഇൻസ്റ്റൻസ് cannot exist without participating in the relationship. ഈ പറയുന്ന കടക്കാരനാവാതെ ഈ പറയുന്ന റിലേഷൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ ഈ എൻറ്റിറ്റിക്ക് പാർട്ടിസിപ്പേഷൻ ചെയ്യാൻ പറ്റില്ല. മീൻസ് ഇതിൽ എല്ലാ എൻറ്റിറ്റി സെറ്റിൽ ഉള്ള എല്ലാ എൻറ്റിറ്റിക്കും ഈ പറയുന്ന റിലേഷൻഷിപ്പ് സെറ്റുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. ടോട്ടലി എല്ലാവരുമായിട്ട് കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ടോട്ടൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. കാര്യം എല്ലാ കസ്റ്റമേഴ്സിനും ലോൺ ഉണ്ട് എന്നുള്ളതല്ല, ലോണ് ഉള്ളത് കസ്റ്റമേഴ്സിനാണ്. ലോൺ മസ്റ്റ് ഹാവ് എ കസ്റ്റമർ. ലോൺ ഉണ്ടെങ്കിൽ അതിനൊരു കസ്റ്റമറും ഉണ്ടാകും. വെറുതെ ഒരു ലോൺ കാണില്ല, ലോൺ ഉണ്ടെങ്കിൽ അവിടെ ഒരു കസ്റ്റമറും കാണും. ഇനി നെക്സ്റ്റ് ഒന്നും കൂടെ പറയപ്പെടുത്തേക്കും മനസ്സിലാവും. പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ. സം എൻറ്റിറ്റി മേ നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ എനി റിലേഷൻ ഇൻ ദ റിലേഷൻഷിപ്പ് സെറ്റ്. ഞാൻ നേരത്തെ എൻറ്റിറ്റി E1 E2 എക്സെട്രാ EN വരെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ശരിക്കും പാർഷ്യലും ടോട്ടലും വരപ്പോഴാണ് എൻറ്റിറ്റി സെറ്റിൻ്റെ ഉപയോഗം വരുന്നത്. ഇവിടെ എല്ലാ കസ്റ്റമേഴ്സിനും ലോൺ ഉണ്ടാവണമെന്നില്ല. കാര്യം ഈ റിലേഷനിൽ കുറച്ച് പേര് മാത്രമേ ഈ പറയുന്ന ലോൺ എടുത്തിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ E1 to EN വരെ ഉണ്ടെങ്കിൽ ചിലപ്പം ഈ പറയുന്ന ഈ സെറ്റിൽ E1 E2 E3 E10 വരെയുള്ള ആളുകൾ മാത്രമേ ലോൺ എടുത്തിട്ടുണ്ടാവുള്ളൂ. മീൻസ് എൻറ്റിറ്റി സെറ്റിൽ കുറച്ച് പേര് മാത്രമേ ഈ റിലേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. മീൻസ് പാർഷ്യലാണ്. അപ്പോൾ പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ മീൻസ് സം എൻറ്റിറ്റി മേ നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ എനി റിലേഷൻഷിപ്പ് ഇൻ ദ റിലേഷൻഷിപ്പ് സെറ്റ്. അതിനെയാണ് പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ്. അതിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ എംപ്ലോയീസ് ഉണ്ട് അല്ലേ. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളതാണ് റിലേഷൻഷിപ്പ് പറയുന്നത്. അവിടെ നമ്മുടെ മാൻഡേറ്ററി അല്ലെങ്കിൽ ടോട്ടൽ പാർട്ടിസിപ്പേഷൻ പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവരും എന്തായിരിക്കണം, എംപ്ലോയീസ് ആയിരിക്കണം, മസ്റ്റായിട്ട് ആവണം. ഇനി അതിൽ എംപ്ലോയീസ് ആയിട്ടുള്ള എല്ലാവരും HODമാരാവണോ? ഇല്ല, ചിലർ മാത്രമേ ഈ പറയുന്ന റിലേഷനുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ആവുള്ളൂ. അത് പാർഷ്യൽ. ഇനി വേറെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡയഗ്രം ഇത് വെച്ച് നോക്കാം. എംപ്ലോയി ഉണ്ട്, ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. എംപ്ലോയി വർക്ക് ഫോർ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇവിടെ രണ്ടും ടോട്ടൽ പാർട്ടിസിപ്പേഷനാണ് പറഞ്ഞിരിക്കുന്നത്. മീൻസ് എംപ്ലോയി ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടെങ്കിൽ എംപ്ലോയി ഉണ്ട്. അപ്പോൾ എംപ്ലോയി വർക്ക് ഫോർ ഡിപ്പാർട്ട്മെൻറ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ഫോർ എംപ്ലോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടോട്ടൽ പാർട്ടിസിപ്പേഷനാണ് വരുന്നത്. എല്ലാ എൻറ്റിറ്റികളും തമ്മിൽ ഈ റിലേഷനിൽ ഫുള്ളി പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണം. ഇനി ഡിപ്പാർട്ട്മെൻറ്റും എംപ്ലോയിയും തമ്മിൽ, ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവരും എംപ്ലോയീസാണ്. അത് ശരിക്കും ടോട്ടൽ പാർട്ടിസിപ്പേഷൻ പറയാം. എന്നാൽ എംപ്ലോയീസിൽ ചിലർ മാത്രം മാനേജേഴ്സാണ്, അത് പറയുന്നത് പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ. അതുപോലെ എംപ്ലോയി പ്രോജക്റ്റ്, എംപ്ലോയി വർക്ക് ഓൺ പ്രോജക്റ്റ്.
എംപ്ലോയീസ് എല്ലാവരും പ്രോജക്റ്റിലുണ്ട്, അതുപോലെ പ്രോജക്റ്റിലുള്ളവരെല്ലാവരും എംപ്ലോയീസ് ആണ്, അത് ടോട്ടൽ പാർട്ടിസിപ്പേഷൻ. ഇനി വേറൊരെണ്ണം എംപ്ലോയി ഡിപ്പെൻഡൻറ്റ്. ഡിപ്പെൻഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനോ അമ്മയോ. എംപ്ലോയിയിൽ ഡിപ്പെൻഡൻറ്റ് ആയിട്ടുള്ളവർക്ക് എല്ലാവർക്കും ആ കമ്പനിയിൽ എംപ്ലോയീസ് ആരെങ്കിലുമായിട്ട് മസ്റ്റായിട്ട് ഒരു കണക്ഷൻ കാണും. പക്ഷേ എല്ലാ എംപ്ലോയീസിനും ഡിപ്പെൻഡൻറ്റ് വരണമെന്നില്ല, ഓർഫണായിട്ടുള്ള എംപ്ലോയീസും കാണും. അപ്പോൾ അത് പാർഷ്യൽ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ടോട്ടൽ ആൻഡ് പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ആൻഡ് പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ. Total participation means every entity in the entity set participate in at least one relationship in the relationship set. റിലേഷൻഷിപ്പിലുള്ള അറ്റ്ലീസ്റ്റ് വണ്ണുമായിട്ടെങ്കിലും എൻറ്റിറ്റി സെറ്റിന് റിലേഷൻഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ടോട്ടൽ പാർട്ടിസിപ്പേഷനും അത് ഡബിൾ ലൈൻ വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യും. പാർഷ്യൽ എന്ന് പറഞ്ഞാൽ സം എൻറ്റിറ്റി മേ നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ എനി റിലേഷൻഷിപ്പ് ഇൻ റിലേഷൻഷിപ്പ് സെറ്റ്. പാർഷ്യലായിട്ട് മാത്രം ചില എൻറ്റിറ്റികൾ ആ റിലേഷനിലുള്ള ചില റിലേഷൻഷിപ്പ് സെറ്റ് മാത്രമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ എന്നും പറയാം. നെക്സ്റ്റ് വീക്ക് എൻറ്റിറ്റി. എൻറ്റിറ്റി ദാറ്റ് ഡസ് നോട്ട് ഹാവ് എ പ്രൈമറി കീസ് റെഫേഴ്സ് ടു ആസ് വീക്ക് എൻറ്റിറ്റി. ഒരു പ്രൈമറി കീ ഇല്ലാത്ത എൻറ്റിറ്റിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, വീക്ക് എൻറ്റിറ്റി എന്ന് പറയുന്നത്. The existence of a weak entity set depend on the existence of a strong entity. ഒരു സ്ട്രോങ് എൻറ്റിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു എൻറ്റിറ്റിയാണ് വീക്ക് എൻറ്റിറ്റി. എപ്പോഴും ഒരു സ്ട്രോങ് എൻറ്റിറ്റിയോടൊപ്പം എക്സിസ്റ്റൻസ് ഉള്ള ഒരു എൻറ്റിറ്റിയാണ് എപ്പോഴും ഒരു വീക്ക് എൻറ്റിറ്റി എന്ന് പറയുന്നത്. The discriminator of a weak entity set is the set of attributes that distinguish among all the entity of a weak entity set. പാർഷ്യൽ കീ അല്ലെങ്കിൽ ഒരു സൂപ്പർ കീ എപ്പോഴും പ്രൈമറി കീ ഒരു സ്ട്രോങ് എൻറ്റിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്നത് പോലെ വീക്ക് എൻറ്റിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കീ ആണ് പാർഷ്യൽ കീ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്റർ എന്ന് പറയുന്നത്. Primary key of a weak entity set is formed by a primary key of a strong entity set on which the weak entity set is existence dependent. ഇനി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. വീക്ക് എൻറ്റിറ്റി എപ്പോഴും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡബിൾഡ് റെക്റ്റാങ്കിൾ യൂസ് ചെയ്തിട്ടാണ്. ഡിസ്ക്രിമിനേറ്റർ അല്ലെങ്കിൽ വീക്ക് എൻറ്റിറ്റിയിൽ യൂസ് ചെയ്യുന്ന പാർഷ്യൽ കീ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ഡോട്ടഡ് അണ്ടർലൈൻ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഡാഷ്ഡ് ലൈൻ യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ നമുക്ക് വീക്ക് എൻറ്റിറ്റി എന്ന് പറയാൻ ലോൺ എന്ന് പറയുന്ന ഒരു സ്ട്രോങ് എൻറ്റിറ്റി ആണെങ്കിൽ ഒരു ലോൺ നമ്പർ കാണും, അതിൻ്റെ എമൗണ്ട് കാണും. പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വീക്ക് എൻറ്റിറ്റിയാണ്. കാര്യം ലോണിന് പേയ്മെൻറ്റ് അടിക്കുന്നത് പേയ്മെൻറ്റ് നമ്പർ, ഡേറ്റ്, പേയ്മെൻറ്റ് എമൗണ്ട്. ദെൻ പേയ്മെൻ്റ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈങ് റിലേഷനാണ്. സ്ട്രോങ് എൻറ്റിറ്റിയെയും വീക്ക് എൻറ്റിറ്റിയെയും ഐഡൻറ്റിഫൈ ചെയ്യുന്ന റിലേഷൻഷിപ്പിനെയാണ് ഐഡൻറ്റിഫൈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. വേറൊരു എക്സാമ്പിൾ പറയാം, അതോടുകൂടി നിങ്ങൾക്ക് ഈ വീക്ക് എൻറ്റിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാവും. നമുക്കിവിടെ എംപ്ലോയിയും ഡിപ്പെൻഡൻറ്റും തമ്മിലുള്ള ഒരു റിലേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ഡിപ്പെൻഡൻറ്റ് ഓഫ് എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിഫൈ റിലേഷൻ വെച്ചിട്ടാണ്. എംപ്ലോയി എന്ന് പറയുന്ന ഒരു കമ്പനിയിലെ ജീവനക്കാരനാണ്. അയാളെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയി ഐ ഡി ആണ് ഇവിടെ പ്രൈമറി കീ ആയിട്ട്, അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ SSN എന്ന് പറയുന്ന സോഷ്യൽ സെക്യൂരിറ്റി നമ്പറോ അല്ലെങ്കിൽ എംപ്ലോയി ഐ ഡിയോ അല്ലെന്നുണ്ടെങ്കിൽ അയാളുടെ ആധാർ ഐ ഡിയോ എന്തെങ്കിലും ആയിരിക്കും അയാളെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. എന്നാൽ ഈ എംപ്ലോയിക്ക് ഡിപ്പെൻഡൻ്റ് ഉണ്ടാവാം. ഡിപ്പെൻഡൻ്റ് മീൻസ് ഫാദർ, മദർ, വൈഫ്, അതുപോലെ ഹസ്ബൻഡ് ഉണ്ടാവാം, അതുപോലെ സണ്ണോ ഡോട്ടറൊക്കെ ഉണ്ടാവാം. അപ്പോൾ അവർക്കൊക്കെ ഡിപ്പെൻഡൻ്റ് എന്ന് പറയുന്നത് ഇൻഷുറൻസിന് വേണ്ടിയിട്ടായിരിക്കും ഡിപ്പെൻഡൻ്റ് ഡേറ്റ ഈ ഒരു ഡേറ്റാ ബേസിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക.
അപ്പോൾ ഇത് പ്രൈമറി കീ ഇല്ല ശരിക്കും ഈ പറയുന്ന ഡിപ്പെൻഡൻറ്റ് എൻറ്റിറ്റിക്ക്. ഈ പറയുന്ന സ്ട്രോങ് എൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ എംപ്ലോയി എന്ന് പറയുന്ന സ്ട്രോങ് എൻറ്റിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഡിപ്പെൻഡൻ്റ് എന്ന് പറയുന്ന വീക്ക് എൻറ്റിറ്റി നിൽക്കുന്നത്. മസ്റ്റായിട്ടും ഡിപ്പെൻഡൻറ്റിന് ഒരു എംപ്ലോയി കാണും. എക്സാമ്പിൾ രവി 2 രവിയുണ്ട്. ദെൻ മെയിലാണ്, ഡേറ്റ് ഓഫ് ബർത്ത് 2 പേർക്കും സെയിം ആണ്, റിലേഷൻ സണ്ണാണ്. ഇപ്പോൾ ഡിപ്പെൻഡൻ്റ് ഡേറ്റ, നെയിം, സെക്സ്, ഡേറ്റ് ഓഫ് ബർത്ത്, റിലേഷൻഷിപ്പ് ഇത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ എംപ്ലോയി എന്ന് പറയുന്ന ഡേറ്റാബേസിൽ രഘു, രാമൻ 2 എംപ്ലോയീസ് ഉണ്ട്. 2 എംപ്ലോയീസിനുമായിട്ട് അവരെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ID ഉണ്ട്. അതുകൊണ്ട് 2 എംപ്ലോയീസിനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള നമ്പേഴ്സ് ഉണ്ട്, അയാളുടെ ഡീറ്റെയിൽസ് ഉണ്ട്, ബാക്കി എല്ലാ ഇൻഫർമേഷൻസും ഉണ്ട്. പക്ഷേ ഇവർ 2 പേരെയും യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും യാതൊരു ഇൻഫർമേഷനും ഇല്ല. പക്ഷേ ഇവർ 2 പേരെയും യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് രാഘവൻ്റെ മകൻ രവി, മെയില്, ദെൻ ഇത്ര ഡേറ്റ് ഓഫ് ബർത്ത് സൺ എന്നുള്ള രീതിയിലാണ്. ദെൻ രാമൻ്റെ മകൻ രവി, മെയില്, ഇത്ര ഡേറ്റ് ഓഫ് ബർത്ത് സൺ എന്നുള്ള രീതിയിൽ. അതുകൊണ്ടാണ് സ്ട്രോങ് എൻറ്റിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും വീക്ക് എൻറ്റിറ്റി എന്നുള്ളത് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ ഐഡൻറ്റിഫൈ റിലേഷൻ എന്ന് പറയുന്നത്. പിന്നെ എല്ലാത്തിലും ഒരു പാർഷ്യൽ കീ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു പാർഷ്യൽ കീ നമുക്ക് ഉണ്ടാക്കാം. കാര്യം എംപ്ലോയി IDയും കൂടെ ഇതിൽ വേണമെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിലൊരു പാർഷ്യൽ കീ ഉണ്ടാക്കി എടുക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് പാർഷ്യൽ കീയും കൂടെ വെച്ച് ഒരു ഐഡൻറ്റിഫൈ റിലേഷനും കൂടെ വെച്ച് ഒരു വീക്ക് എൻറ്റിറ്റി ചെയ്തെടുക്കുന്നത്.